ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു ലീവ് ദിവസം എൻ്റെ ഓരോ അല്ലറ ചില്ലറ പണികളാണ് കേട്ടോ ഇതൊക്കെ. കാരണം ലീവ് കിട്ടുന്ന ദിവസങ്ങളിൽ ഒരിക്കലും ഞാൻ അടങ്ങിയിരിക്കുന്ന പരിപാടിയില്ല. എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞെടുത്തുകൊണ്ടിരിക്കും. ഒന്നുകിൽ വീട് വൃത്തിയാക്കലായിരിക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ പുറത്തുകൂടെ എന്തെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും പണികളായിരിക്കാം, പരിസരമൊക്കെ വൃത്തിയാക്കുന്ന പരിപാടിയായിരിക്കാം. ഇന്ന് അതുപോലെ ഒരു പരിപാടിയാണ് ഈ കാണുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് വശമൊക്കെ ഫുള്ള് കാട് കയറി നിൽക്കുകയായിരുന്നു. അതായത് ചപ്പ് ചവേലകളും കാര്യങ്ങളും ആയിട്ട് ഈ പ്ലാവില കൊണ്ട് നിറഞ്ഞ് നിൽക്കുകയായിരുന്നു. അതിൻ്റെ കൂടെയാണെങ്കിൽ തെങ്ങിൻ്റെ മേലേന്ന് ഓലമടൽ വീണിട്ട് അത് അങ്ങനെ അടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അത് ഒക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാം ഒന്ന് കത്തിച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് വൃത്തിയായി നിൽക്കുമല്ലോ. പിന്നെ ഒന്നാമത് ഇതൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ എല്ലായിടത്തും കൂടെ എത്തുന്നതിനെ കൊണ്ട് ഈ കാടൊക്കെ കയറി കരിയിലൊക്കെ അടിഞ്ഞ് നിൽക്കുന്ന സമയം നമ്മുടെ ഈ ഇഴജന്തുക്കൾക്ക് കയറി താമസിക്കാൻ സുഖമാണ്. ഇവറ്റകൾക്ക് ഇപ്പം ഈ ചൂടുകാലത്താണല്ലോ ഇവരൊക്കെ പുറത്തൂടെ ഇറങ്ങി നടക്കുന്ന സമയം. അപ്പോൾ ഈ ഇലേൻ്റെ ഉള്ളിലോ ഈ കരിയിലേൻ്റെ ഉള്ളിലോ കാനും വന്ന് കയറി കിടന്നു കഴിഞ്ഞാൽ നമ്മളാരും അറിയയില്ല. മക്കളൊക്കെ ഇങ്ങനെ നടക്കുന്നതിനെ കൊണ്ടൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ ഒന്നാമത് ഇതൊക്കെ നന്നാക്കാമെന്ന് വിചാരിച്ചത്. ഈ നന്നാക്കുന്ന കൂട്ടത്തിൽ കുറച്ച് കുരുമുളകും പെറുക്കി, കുരുമുളകൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു, ഉണങ്ങിപ്പോയിട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് പിന്നെ ബാക്കി അടിച്ച് വാരി ഞാനിതാ ഒരു തീയും കൊടുത്തു. പിന്നെ ഈ വിറകൊക്കെ ഞാൻ എന്ത് ചെയ്തു, നമ്മളെ മട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തായാലും ഞാനിവിടെ കത്തിക്കാറില്ല, വിറകിൻ്റെ ആവശ്യമില്ല. എല്ലാം നമ്മൾ ഗ്യാസിൻ്റെ മുകളിലായതിനെ കൊണ്ട് അമ്മമ്മയ്ക്ക് കൊടുത്തിട്ടോ. വിറകൊക്കെ അമ്മമ്മ അവിടെ ചോറ് വെക്കുന്നത് ഈ ഇങ്ങനത്തെ അടുപ്പിലാണ്. അപ്പോൾ അമ്മമ്മയ്ക്ക് വിറകിൻ്റെ ആവശ്യമുള്ളതിനെ കൊണ്ട് അമ്മമ്മയ്ക്ക് ഞാൻ വിചാരിച്ചു കത്തിക്കാൻ തോന്നിയില്ല. നമ്മളൊക്കെ ഈ പണ്ടൊക്കെ അത്രയും വിറകും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചതിനെ കൊണ്ട് ഇങ്ങനെ കാണുമ്പം അത് കത്തിക്കാൻ തോന്നൂല, വെറുതെ കത്തിച്ച് കളയാൻ തോന്നൂല. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതെല്ലാം കൂട്ടിപ്പെറുക്കി ഞാൻ അമ്മമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ടോ. ഇത്രയും വിറകാണ് കിട്ടിയത്, അത് ഞാൻ അമ്മമ്മയ്ക്കും കൊടുത്തു.